നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. അനുയായികൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കെ ബാബുവിനെ കുറിച്ച് ഒന്നും പറയാതെ കെ എം മാണി ചർച്ചയിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ടി സിദ്ദിഖ്, ശ്രീ പി സി ജോർജ്, ശ്രീ പി എം മനോജ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ എന്നിവർ തുടക്കത്തിൽ. ശ്രീ ടി സിദ്ദിഖ്, എന്തായാലും പറഞ്ഞതിലേറെയും തിരുവനന്തപുരത്ത് നിന്ന് പാലാ വരെ എത്തുമ്പോൾ പല വേദികളിലായി പറഞ്ഞതിലേറെയും അതിനിടയിൽ യൂത്ത് ഫ്രണ്ട് ഉൾപ്പെടെയുള്ളവരും ഒക്കെ പറഞ്ഞത് കോൺഗ്രസിനെതിരെയാണ്, ഗൂഢാലോചന കോൺഗ്രസിനെതിരെയാണ് എന്ന അർത്ഥത്തിലാണ് സൂചനകളെല്ലാം പറയുന്നത്. എന്തുകൊണ്ട് കെ എം മാണി രാജിവെക്കാനിടയാക്കിയ സാഹചര്യം പ്രതിപക്ഷത്തെ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയത് കൊണ്ടാണെന്നോ ബിജു രമേശിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നോ പറയുന്നില്ല. അറ്റാക്കുകളെല്ലാം കോൺഗ്രസിന് നേരെ തന്നെ വരുന്നു. മാണി സാർ ഒരിടത്തും ലാല് പറഞ്ഞതുപോലെയുള്ള പരാമർശങ്ങളൊന്നും മാണി സാർ നടത്തിയിട്ടില്ല. മാണി സാറ് പാലായെക്കുറിച്ചും പാലായ്ക്ക് നൽകിയ വികസനത്തെ സംബന്ധിച്ചും മാണി സാറിനെതിരായി വന്നതായ വിമർശനത്തെ സംബന്ധിച്ചൊക്കെ വൈകാരികമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. UDF-നെതിരായിട്ടോ കോൺഗ്രസിനെതിരായിട്ടോ ഗവൺമെന്റിനെതിരായിട്ടോ ഒരക്ഷരം പോലും മാണി സാർ പറഞ്ഞിട്ടില്ല. എന്നെ പറയാൻ സമ്മതിച്ചാൽ ഞാൻ പറയാം, ഇല്ലിക്കാടിന്റെ ജഡ്ജ്മെന്റിലെ 29ാമത്തെ പേജിൽ തന്നെ കൃത്യമായി പറയുന്നത് ദർ ഈസ് നോ ഡയറക്റ്റ് എവിഡൻസ് ഓഫ് ഡിമാൻഡ് ആക്സെപ്റ്റൻസ് ഓർ ഗിവിംഗ് ഓഫ് ദ മണി ബൈ ദ അക്യൂസ്ഡ് എന്ന കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിമാ ഫേസി കേസുണ്ട് എന്ന് കൺക്ലൂഷനിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒബ്സർവേഷൻസ് കെ എം മാണി എന്തായാലും രാജിവെച്ചു, അതല്ല പ്രശ്നം. കെ എം മാണി സംശയത്തിലാണ്, അതുകൊണ്ട് ആ സംശയം തീർത്തതയും തിരിച്ചു വരുന്നെങ്കിൽ വന്നോട്ടെ, അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. കെ ബാബുവിനെതിരായ അന്വേഷണം എന്തുകൊണ്ട് നടത്തുന്നില്ല, കൃത്യമായി പോകുന്നില്ല എന്നാണ് PJ ജോസഫ് ചോദിക്കുന്നത്, യൂത്ത് ഫ്രണ്ടുകാർ ചോദിക്കുന്നത്, കെ എം മാണിയുടെ കൂടെയുള്ളവർ ചോദിക്കുന്നത്. ടി സിദ്ദിഖ്, ഒന്ന് ലളിതകുമാരി കേസുമായി QV വന്നത് എന്ന് മുതലാ? QV വന്നത് 2007 മുതലാ ആണല്ലോ. ലളിതകുമാരി കേസിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പ്രിലിമിനറി എൻക്വയറി അത് കൃത്യമായി ബോധ്യപ്പെട്ട് എല്ലാ കാര്യങ്ങളുടെയും തെളിവെടുത്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് അതിന്റെ നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തി. എന്തുകൊണ്ട് എത്തി? അതിന് സമയം തന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ PM മനോജിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഒന്ന് 17ാം പേജ്, 20ാം പേജ്, 21ാം പേജ്. ഞാൻ 20, 21 പേജ് ഒന്ന് വായിക്കാം. 20, 21 17ാം പേജിൽ എന്താണ്? 20ലേക്ക് പോകുന്നതിന് മുമ്പ് 17ാം പേജിൽ എന്താണ്? 17ാം പേജിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് വലിച്ചു കയറി കളയാനുള്ളതാണോ? അത് കണക്കിലെടുക്കണ്ടേ? ടി സിദ്ദിഖ്, ഒരു മിനിറ്റ്. ഈ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സിദ്ദിഖ് പറഞ്ഞു കെ ബാബുവിന്റെ പേര് ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്ന്. താങ്കൾ നിർത്തിക്കോളൂ, താങ്കൾ ഇറങ്ങിപ്പോകണമെന്ന് ഞാൻ പറയില്ല, കാരണം താങ്കൾ എന്റെ പ്രിയ സുഹൃത്താണ്. പക്ഷെ താങ്കൾ വാക്ക് പാലിക്കണം, വാക്കിന് മാന്യത കൊടുക്കണം. താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം, അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് ഈ ജനങ്ങളോട്, ഞങ്ങളോടൊന്നും പറയണ്ട, ഈ ജനങ്ങളോട്, ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്, അവരോട് മാപ്പ് പറയാനെങ്കിലും താങ്കൾ തയ്യാറാവണം. കെ ബാബുവിന്റെ പേര് ഈ 164 സ്റ്റേറ്റ്മെന്റിൽ പല ഘട്ടങ്ങളിലായി 17ാം പേജിലുള്ള കാര്യം പറഞ്ഞിട്ട് 20ലേക്ക് പോകൂ. ടി സിദ്ദിഖ്, ലാല് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ എന്നെ കയറി അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. PM മനോജ് നല്ല ഡിബേറ്ററാണ്. PM മനോജ് പറയുമ്പോ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നല്ലോ, അതുപോലെ ഒന്ന് എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചത്. കുറച്ച് സമയം എടുത്ത് ഈ ചർച്ചയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ സമയം തരാം. താങ്കൾ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് വെച്ച് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. 8:45 ഞാൻ പോകുന്നു പറഞ്ഞു. ഇന്നലെ ഞാൻ 8:30 പോകുന്നാണ് പറഞ്ഞത്. 8:35 വരെ ആ ചാനലിൽ ഞാൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം 50 ലക്ഷം നൽകി എന്നുള്ള ബിജു രമേശിന്റെ കണ്ടൻഷൻ ഈ 164 ഇല്ല. അല്ല, അതൊക്കെ ലാല് ഞാൻ മറുപടി പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറി പറയില്ലേ? ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ 6 ഫോട്ടോ കാണിച്ചു. 6 ഫോട്ടോ കാണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആളെ കൃത്യമായിട്ട് അറിയാം. 6 ഫോട്ടോ വെച്ച് കാണിച്ചു. ഇതിലേതാണ് ബിജു രമേശ്? ആദ്യം തന്നെ ഫോട്ടോയുടെ പിറകിൽ റസീഫ് മുഹമ്മദിന്റെ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു ഈ ഫോട്ടോ ആണോ, ഈ ഫോട്ടോയാണോ, ഇതാണോ? അവസാനം പറഞ്ഞു എനിക്ക് ആളെ തിരിയില്ല, ഇതാണ് പ്രശ്നം. എല്ലാവർക്കും അറിയാം. ഒന്ന്
എന്നെ ഉത്തരം പറയാൻ ലാല് സമ്മതിക്കൂല. നിങ്ങൾക്കെതിരായി വരും എന്നുള്ളത് കൊണ്ട് അപ്പ ലാല് കയറി ഇടപെടും. നിങ്ങൾ ഇവിടെ ഇരട്ട അനീതി കാണിക്കല്ലേ. നിങ്ങൾ ആദ്യം ശിവൻ മഠത്തിനോട് ചോദിച്ചോ. ഞാൻ ഇതുവരെ 5 തവണ ഈ ചോദ്യത്തിന്റെ മറുപടി പറയുമ്പോൾ ലാല് കയറി ഇടപെട്ടു. ശിവൻ മഠത്തിനോട് ചോദിച്ചോ.